ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും നീ വിശ്വസിക്കുക, ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ്. ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങും. മോശ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇസ്രായേൽ ജനതയെ നയിക്കാനുള്ള കൃപ കിട്ടിയത്. എന്നതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ദൗത്യങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഇത് നിന്റെ ജീവിതത്തിൽ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ദൈവ സാന്നിധ്യത്തിന്റെ അഭിഷേകം വെളിപ്പെടണം. ഓ ദൈവ സാന്നിധ്യമേ, എന്നിലത് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് എന്നിലത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നിലത് വെളിപ്പെടട്ടെ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം ഈ ദൈവജന കൂട്ടായ്മയ്ക്ക് വേണ്ടി നൽകപ്പെട്ടൊരു സന്ദേശമാണ്. പത്രോസ് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, യെസ്, ഞാനിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെന്റെ മേൽ നിറയുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിറയുന്നു. ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒന്നിനെയും കുറിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, നിന്റെ ആത്മാവ് എന്നെ ഭരിക്കട്ടെ. എൻ്റെ ചിന്തകളെ, എൻ്റെ വികാര വിചാരങ്ങളെ, എൻ്റെ തോന്നലുകളെ, എൻ്റെ ഇന്നോളമുള്ള ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ. ആത്മാവേ, ആത്മാവേ, അഭിഷേകം ചെയ്യണം. എനിക്കൊരു പുത്തൻ അഭിഷേകം വേണം. അപ്പസ്തോല പ്രവർത്തനം 10:44 ദൈവജനത്തിൽ സംഭവിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും അത് ഏറ്റെടുക്കുക. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഓ ഹോളി സ്പിരിറ്റ്, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ആത്മാവേ കനിയണമേ, ആത്മാവേ കനിയണമേ. അഭിഷേകം, അഭിഷേകം പകരണമേ. ആത്മാവേ, ആത്മാവേ കനിയണമേ. അഭിഷേകം, അഭിഷേകം പകരണമേ. അഗ്നിനാവ് പോലെ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ, അഗ്നിജ്വാല പോലെ, ഇടിമുഴക്കം പോലെ, അഗ്നിനാവുകളിന്മേൽ പതിയണമേ. അഗ്നിനാവുകളിന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ. അഭിഷേകം, അഭിഷേകം പകരണമേ. ആത്മാവേ, ആത്മാവേ കനിയണമേ. അഭിഷേകം, അഭിഷേകം പകരണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ അത്ഭുതകരമായിട്ട് നിറയുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയുന്ന ആത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിൽ നിറയുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നോട് ചേർന്നിരിക്കുന്നു. വിശ്വസിക്കുക. ഈ ശുശ്രൂഷ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ശുശ്രൂഷയാണ്. വിശ്വസിച്ച് ഈ വചനത്തിന്റെ അഭിഷേകം, അപ്പസ്തോല പ്രവർത്തനം 10:44 അഭിഷേകം ഓരോ വ്യക്തിയും ഏറ്റെടുക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പൊതുവെ ഈ നോമ്പെന്ന് പറയുമ്പോ തൊട്ട് പലരുടെയും മുഖത്ത് ഒരു അസ്വസ്ഥത വരും. കാരണം എന്താ ചേച്ചി? നോമ്പ്, ഉപവാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ഞെരുക്കമാണ്. കാരണം സാധാരണ ഉള്ള ദിവസം പോലെയല്ല, അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സുഖക്കുറവ്. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണപ്പെട്ട ജീവിതത്തിൽ നിന്നൊന്നും കൂടെ അങ്ങോട്ട് മാറി എന്തോ ഒരു ഞെരുക്കമുള്ളതുപോലെ, അല്ലേ? ഞെരുക്കമുള്ളതുപോലെ. നോമ്പ് കാലത്ത് പലർക്കും ക്ഷീണമാണ്. കണ്ടിട്ടില്ലേ? ചില ആളുകളൊക്കെ നോമ്പ് കാലത്താണ് താടി അങ്ങോട്ട് നീട്ടും, ഷേവ് ഒന്നും ചെയ്യത്തില്ല. നോമ്പ് കാലത്ത് ചിലരുടെ നടപ്പ് കാണണം, അല്ലേ? ഭയങ്കര ക്ഷീണത്തിലായിരിക്കും. അതായത് നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കാനുള്ള കാലമല്ല, അത് ഒരു വാട്ടത്തിന്റെ കാലമാണ്. എന്തിന്റെ കാലം പറഞ്ഞേ? വാട്ടം. പറഞ്ഞേ, വാട്ടം. നിങ്ങള് സ്കൂളിൽ പോയപ്പോൾ ഭക്ഷണപ്പൊതി ഇലയിൽ വാട്ടി ഭക്ഷണം കൊണ്ടുപോയോ? അങ്ങനെ സ്കൂളിൽ പോകാൻ ഭാഗ്യം കിട്ടിയവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. വാഴയില വെട്ടി അത് തീക്ക അടുപ്പിൽ വെച്ചൊന്ന് വാട്ടി, അല്ലേ? എന്തിനാ വാട്ടുന്നത്? എന്തിനാ വാട്ടുന്നത്? വാട്ടേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു സങ്കടം പറയട്ടെ. എൻ്റെ വീട് സ്കൂളിന് തൊട്ടടുത്താ. അതുകൊണ്ട് എനിക്ക് ഈ വാഴയിലയിൽ ചോറ് വന്ന് എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്. ഈ വാഴയിലയിൽ പൊതിഞ്ഞു വരുന്ന ഭക്ഷണത്തിന് ഒരു മണമുണ്ട്, അല്ലേ? വായ അടച്ചു പോയി, ഞാൻ വെറുതെ പറഞ്ഞതാ. അതുടനെ അല്ലേ? ആ വാഴയിലയിൽ, അല്ലേ? പറ്റിയ സമയം ഇത് പറയാൻ. അയ്യോ, വാഴയിലയിൽ പൊതിഞ്ഞു വന്ന് നിൽക്കുന്ന ചോറ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ വീട് തൊട്ടടുത്തല്ലേ, എന്തിനാ പോയി വാഴയിലയിൽ പൊതിയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. 10ാം ക്ലാസ് പഠിക്കുന്നത് വരെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വാഴയിലയിൽ ഒരു ചോറ് പൊതിഞ്ഞ് കഴിക്കണം. പക്ഷെ കിട്ടത്തില്ല. വീടിൻ്റെ തൊട്ടടുത്ത് സ്കൂളുള്ളത് കൊണ്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. അപ്പൊ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ ഈ വാഴയിലയ്ക്കകത്ത് ചോറ് കൊണ്ടുവന്ന് അവരവിടെ ഇരുന്ന് ഒരു മുട്ട പൊരിച്ചതും ഇച്ചിരി അച്ചാറും ചാറൊക്കെ കൂട്ടി കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കൊതി. അപ്പൊ അന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ വാഴയില ഉണ്ടല്ലോ, സാധാരണ വാഴയെന്ന് വെട്ടിയെടുത്ത് നേരെ കൊണ്ടുവന്നിരിക്കുന്ന വാഴയിലയല്ല, മറിച്ച് അത് വാട്ടിയതാണ്. അതിനൊരു വാട്ടമുണ്ട്. എൻ്റെ ചോദ്യം, എന്തിനാണ് ഈ വാഴയില വാട്ടുന്നത്? പറഞ്ഞേ, അറിയാം, പറഞ്ഞേ. അത് കീറിപ്പോകാതിരിക്കാൻ, ഒടിഞ്ഞു പോകാതിരിക്കാൻ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതിനൊരു ബലം കിട്ടാൻ. അതൊന്ന് വാട്ടിക്കഴിയുമ്പോൾ, അല്ലേ? അതൊന്ന് വാട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ബലം കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴയിലയ്ക്കുണ്ടാവുന്ന വാട്ടം പോലെ നമുക്ക് ഈ നോമ്പ് കാലഘട്ടം എന്താണ്? ഈ വാട്ടം എന്തിനാ? വാടിക്കൊണ്ടിരിക്കാനാണോ? അല്ലല്ല, വാടിക്കൊണ്ടിരിക്കാനല്ല, ബലം കിട്ടാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോമ്പ് കാലം വാടാനുള്ള കാലമാണ്. അത് ക്ഷീണത്തിന്റെ കാലമല്ല. പറഞ്ഞേ, ക്ഷീണത്തിന്റെ കാലമല്ല. നോമ്പ് കാലഘട്ടം, ഉപവാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിൽ ഉറപ്പിച്ചോണം. കാരണം ഇത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദിനങ്ങളാണ്. ഈ കാലഘട്ടം ഇത് വാട്ടത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞു കീറിപ്പോകാതിരിക്കാൻ, നിന്റെ ശരീരം നീ പറയുന്നതനുസരിച്ച് നിയന്ത്രിക്കപ്പെടാൻ വേണ്ടി, നിന്റെ മനസ്സിനെ നിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി, നിന്റെ ജീവിതത്തെ മൊത്തത്തിൽ നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നത് എന്തിനാ? ഇതിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി, പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, നശിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് വാട്ടിയെടുക്കുക. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ നോമ്പിന്റെ കാലഘട്ടത്തില് നമ്മളെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? ബലം പ്രാപിക്കുന്നതിന് വേണ്ടിയാ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഞാൻ ബലം പ്രാപിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. എന്തിന് ബലം? ശരീരത്തിന് ബലമല്ല, മറിച്ച് ആത്മീയമായി ബലം. വേറെ ചിലരുണ്ട് 50 ദിവസത്തേക്ക് ഇറച്ചി മീൻ അതൊക്കെ മാറ്റിവെക്കണം, എന്നിട്ട് വണ്ണം കുറയ്ക്കണം, അല്ലേ? എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബലം കൂട്ടും.
വണ്ണം കുറയ്ക്കുക, മസിൽ വയ്ക്കുക, ശരീരത്തിലുള്ള ദുർമേധസ്സൊക്കെ കളയുക. മൊത്തത്തിൽ 50 ദിവസം അല്ലേ? മദ്യപാനികളായിട്ടുള്ള ചിലര് ഈ മദ്യപാനമൊക്കെ നിർത്തുന്നത് 50 ദിവസത്തേക്കാണ്. എന്നിട്ട് അവർ മൊത്തത്തിലൊന്ന് പ്യൂരിഫൈ ചെയ്യപ്പെടും. എന്തിനു വേണ്ടിയിട്ടാ? ഈസ്റ്റർ കഴിഞ്ഞ് തൊട്ട് നന്നായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് 50 ദിവസത്തേക്ക് മൊത്തം കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെതാണ്. എന്നാൽ ഒരു ദൈവമകനും ദൈവമകളും തിരിച്ചറിയുക, നിന്റെ ആത്മാവിന് ബലം പ്രാപിക്കേണ്ട സമയമാണത്. ആത്മാവിന് ബലം പ്രാപിക്കേണ്ട സമയം. ഹല്ലേലൂയാ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, യേശു ഈ ഭൂമിയിലോട്ട് കടന്നു വന്ന് തൻ്റെ ജീവിതത്തിൽ ചില മേഖലകളിലൂടെ കടന്നുപോയത് സുവിശേഷകന്മാരെ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ യേശു കൃത്യം വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളാണ് കൃത്യമായി ഈ ഭൂമിയിൽ നമുക്ക് മുമ്പിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷകന്മാർ ആ മേഖലകളെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ലൂക്കാസ് വിശേഷം ബൈബിൾ തുറന്നേ, നമ്മളൊരു കാര്യം പഠിക്കാൻ പോവാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1ഉം 2ഉം തിരുവചനം ഒന്ന് വായിച്ചേ. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം തിരുവചനം വായിക്കാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതാണ് വചനം എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ, ഒന്നും കൂടെ വായിച്ചേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ജോർദാനിൽ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എന്നിട്ട് ശ്രദ്ധിച്ചേ, പിന്നീട് ഈ ജോർദാനിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോ പോകുന്നത് എങ്ങോട്ടാ? മരുഭൂമിയിലേക്കാണ്. ഈ മരുഭൂമിയിൽ എത്ര നാൾ ഈശോ താമസിച്ചു? 40 ദിനരാത്രങ്ങൾ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഈശോ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ആത്മാവിൽ ബലം പ്രാപിച്ചു. ഹല്ലേലൂയ. അതാണ് അതിന്റെ അർത്ഥം. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്? ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ഈശോ ബലി കഴിച്ചു, എന്നിട്ട് ആത്മാവിൽ ബലം പ്രാപിച്ചു. ഇനി നിങ്ങൾ ഒരു വചനം ഒന്ന് പഠിക്കണം. അതിനാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ലൂക്ക 4:14. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനം വായിക്കാം. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. കണ്ടോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആദ്യം എന്താ പറഞ്ഞിരുന്നത്? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും വന്നു. ഇപ്പോഴെന്താ എഴുതിയിരിക്കുന്നത്? യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. ആത്മാവിന്റെ ശക്തി. ഈ ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്ന വാക്ക് എഴുതപ്പെട്ടത് എന്തിനു ശേഷമാണ്? പറ. മരുഭൂമിയിലെ ജീവിതത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈശോയിൽ അതിശക്തമായി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു. എന്നാൽ ഈ മരുഭൂമി അനുഭവം ഈശോയ്ക്ക് സമ്മാനിച്ചത് എന്താണ്? ആത്മാവിന്റെ ശക്തി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ആത്മാവിന്റെ ശക്തി സ്വീകരിച്ചതിന് ശേഷമാണ് ഈശോ തന്റെ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം ഒരു കാര്യം പഠിപ്പിക്കുന്നു. വായിച്ചേ, നമുക്കറിയാവുന്ന ഒരു വചനം വായിച്ചേ. ലൂക്ക 4:18. കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. കണ്ടോ, അതായത് മരുഭൂമി അനുഭവത്തിൽ നിന്നും പുറത്തു വന്ന ഈശോ, ഉപവാസം പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തു വന്ന ഈശോ ഇതാ ദൈവജനത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന കാര്യം, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഉണ്ട്. സ്വർഗ്ഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അത് ഇങ്ങോട്ട് നിവർന്നിരുന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ പഠിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട കാര്യം ഈശോ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി നൽകുകയാണ്.
നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, അനുഭവിക്കേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലായവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. അപ്പൊ നോമ്പ് കാലഘട്ടം എന്തിനുള്ള കാലഘട്ടമാണ്? ബലപ്പെടാനുള്ള കാലഘട്ടമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം തുറന്നു വായിച്ചേ. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം വായിച്ചേ. 4:14 വായിച്ചേ. പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. കണ്ടോ, വചനം പറയാണ് നിനക്ക് കൃപാവരം കിട്ടിയിട്ടുണ്ട്. എന്ത് കിട്ടിയിട്ടുണ്ട്? കൃപാവരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ പരിശുദ്ധാത്മാവിനെ നീ അവഗണിക്കരുത്. ഡു നോട്ട് നിഗ്ലക്ട്. നമുക്കൊരു വാസനയുണ്ട്, എന്നാന്നറിയാവോ? കിട്ടിയ പരിശുദ്ധാത്മാവിനെ അവഗണിച്ച് കളയാനുള്ളൊരു വാസനയുണ്ട്, ഒരു മാനുഷിക വാസനയുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത് നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ നീ ഒരിക്കലും അവഗണിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? എന്തൊരു ചോദ്യല്ലേ. പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? എന്ന് കിട്ടി? എവിടെ വെച്ച് കിട്ടി? എപ്പോൾ കിട്ടി? എപ്പോൾ കിട്ടി? മാമോദീസായിൽ കിട്ടി. പിന്നെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സ്ഥൈര്യലേപനം പിന്നെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പറയൂ, കൃത്യമായിട്ട് പറയണം. വെറുതെ ആകാശത്തേക്ക് വെടിവെക്കരുത്. മാമോദീസായിൽ കിട്ടി. ചേട്ടന് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? എന്ന് കിട്ടി? മാമോദീസായി കിട്ടി. പിന്നെ കല്യാണത്തിന്റെ അന്നോ കിട്ടിയോ? സത്യം പറ. എന്ത് കിട്ടി കല്യാണത്തിന്റെ അന്ന്? ഭാര്യനെ കിട്ടി. പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? സ്ത്രീധനം കിട്ടിയോ? കല്യാണത്തിന്റെ അന്ന് എന്ത് കിട്ടി? വിവാഹം. എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിനെ കിട്ടി. കലക്കി. പിന്നെ അതിനു മുമ്പ് വേറെ സ്ഥൈര്യലേപനത്തിൽ കിട്ടി. പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ട് അല്ലേ? അതെന്നതാ? കൃത്യമായിട്ട് പറ. കൃത്യമായിട്ട് സ്വീകരിച്ച അതെന്നതാ? വിശുദ്ധ കുർബാനയിൽ കിട്ടിയ പരിശുദ്ധാത്മാവിനെ അല്ലേ? ഇതിനെ നമ്മൾ കത്തോലിക്ക സഭയിൽ എന്ത് വിളിക്കും? ഈ പറഞ്ഞത് മാമോദീസ, വിവാഹം, സ്ഥൈര്യലേപനം, കൂദാശകൾ. കത്തോലിക്ക സഭയിൽ എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകളുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കാണ് ഒടുക്കത്തെ ഒപ്രശുമ. അല്ലേ? അത് സ്വീകരിച്ചാൽ ആള് തീർന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും രോഗീലേപനം സ്വീകരിച്ചവരുണ്ടോ? കൈപൊക്കാം. അതെ, 1, 2, 3 ഇഷ്ടം പോലെ ആളിരിപ്പുണ്ട്. കണ്ടോ, ഇവരൊന്നും മരിച്ചില്ലല്ലോ. അതെന്താ? അതാണ് വചനത്തിന്റെ അർത്ഥം. കൂദാശ എന്ന് പറഞ്ഞാൽ, രോഗീലേപനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? രോഗീലേപനം. ഒരു രോഗി ജീവിതത്തിന്റെ മരണാസന്നമായ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ആ വ്യക്തി ഈ ലേപനം, ഈ കൂദാശ സ്വീകരിക്കുന്നത് ആ വ്യക്തി ജീവിതത്തിലോട്ട് തിരിച്ചു വരാനാണ്, അല്ലാതെ മരിച്ചു പോകാനല്ല. രോഗീലേപനം കൊടുത്തെന്നോർത്ത് ഒരാൾ മരിക്കാനല്ല, മറിച്ച് ആ വ്യക്തി സൗഖ്യപ്പെടാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കത്തോലിക്ക സഭയിൽ എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകളുണ്ട്. ഓരോ കൂദാശയിലും ഓരോ വ്യക്തി സ്വീകരിക്കുന്നത് എന്താണ്? ഈ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പൗലോസ്ലീഹ നമ്മളോട് പറയാണ്, നിനക്ക് കിട്ടിയ കൃപാവരത്തെ നീ അവഗണിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടെന്ന്, ആ കിട്ടിയ പരിശുദ്ധാത്മാവിനെ നീ അവഗണിക്കരുത്. ഇത് പറഞ്ഞ പൗലോസ്ലീഹ ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തും.
പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? സെക്കൻഡ് ലെറ്റർ ടു തിമോത്തി ചാപ്റ്റർ 1:6. പൗലോസ്ലീഹ തിമോത്തിയോസിനോട്, ഈ തിമോത്തിയോസ് എന്ന് പറയുന്ന ശിഷ്യൻ പൗലോസ്ലീഹായ്ക്ക് വേണ്ടപ്പെട്ട ശിഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ്ലീഹ ഇടയ്ക്കിടയ്ക്ക് തിമോത്തിയോസിനോട് ചില കാര്യങ്ങൾ പറയും. എടാ തിമോത്തിയോസെ, നീ ഈ കാര്യം ശ്രദ്ധിക്കണം, നീ ആ കാര്യം ശ്രദ്ധിക്കണം, നിന്റെ ജീവിതത്തിൽ ഇത് ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറഞ്ഞ് ചില കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കി കൊടുക്കും. എന്നുള്ളത് പോലെ ഇപ്പോൾ പൗലോസ്ലീഹ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഒന്ന് വായിച്ച് തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 2-ാം പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം വായിക്കാം. എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, നിനക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് നടന്നാ പോരാ, മറിച്ച് എന്ത് ചെയ്യണം? ഇതിനെ ഉജ്ജ്വലിപ്പിക്കണം. സർത്തി പറഞ്ഞ ഹല്ലേലൂയ. കിട്ടിയ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? ഉജ്ജ്വലിപ്പിക്കണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടിയ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണം. ഇതാണ് നമ്മുടെ ശുശ്രൂഷ. നോമ്പ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീ ക്ഷീണിച്ച് അസ്വസ്ഥപ്പെട്ടിരിക്കേണ്ട സമയമല്ല, ഇതൊരു വാട്ടത്തിന്റെ സമയമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ കിട്ടിയ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കേണ്ട സമയം. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിനക്ക് കിട്ടിയിട്ടുണ്ട്, ഈ പരിശുദ്ധാത്മാവിനെ നീ ജ്വലിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ഉപവാസ കാലഘട്ടമാണ്, നോമ്പ് കാലഘട്ടമാണ്, ഇനി ഞാൻ ആരോടും മിണ്ടിയാല, ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്നും പറഞ്ഞ് ക്ഷീണിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നാടകത്തിലെ കഥാപാത്രം നടക്കുന്ന പോലെ നടക്കാനുള്ള സമയമല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ബലം പ്രാപിക്കേണ്ട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശക്തി പ്രാപിക്കേണ്ട സമയമാണ്.